അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ വർക്കിംഗ് പറഞ്ഞതാണ്. വർക്കിംഗ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഒരു അനലിറ്റിക്കൽ പാർട്ടിലേക്ക് പോവുകയാണ്. വർക്കിങ്ങിൻ്റെ ഒരു അനലിറ്റിക്കൽ പാർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിനകത്ത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ എയർ എൻ്റർ ചെയ്യുന്നത് ആക്സിലിയാണ്. ആക്സിലി ത്രൂ ദ ഐയിലൂടെയാണ് എയർ എൻ്റർ ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു? ആ എൻ്റർ ചെയ്യുന്ന എയർ ഇമ്പല്ലറിൻ്റെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് എയറിന് ഹൈ വെലോസിറ്റിയും ഹൈ പ്രഷറും അറ്റൈൻ ചെയ്യുന്നു. അങ്ങനെ ഹൈ വെലോസിറ്റി ഹൈ പ്രഷർ അറ്റൈൻ ചെയ്ത എയർ പിന്നെ ഡിഫ്യൂസറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ വെലോസിറ്റിയും കൂടി എന്തായി മാറുന്നു? പ്രഷറായി മാറുന്നു. കാരണം ഡിഫ്യൂസറിൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് ഡിഫ്യൂസർ വരുന്നത്. അപ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് A1V1 = A2V2 ആണെന്നുള്ള അറിയാലോ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് ഏരിയ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വെലോസിറ്റി കുറയും. അപ്പോൾ ഈ കുറയുന്ന വെലോസിറ്റി ആസ് പെർ ബെർണോളിസ് ഇക്വേഷൻ പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ നമുക്ക് ഹൈ പ്രഷർ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലെറ്റിൽ വെലോസിറ്റി സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിന് എന്തുണ്ടാവും? ഫ്ലൂയിഡ് ഇപ്പോൾ എയർ ആയിരിക്കാം, എന്തായിരിക്കും, ചിലപ്പോൾ റെഫ്രിജറന്റ് ഫ്ലൂയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എയർ ആയിരിക്കാം, എന്താണെങ്കിലും ആവാം. അപ്പോൾ അതിന് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിന് എന്തുണ്ടാവും? ഹൈ പ്രഷർ ഉണ്ടാവും, ലോ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിന് കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇമ്പല്ലറും ഡിഫ്യൂസറും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ്, പാർട്സൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇമ്പല്ലർ, ഡിഫ്യൂസർ, കേസിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുമാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇത് നോക്കാതെ വരുന്ന ആൾക്കാർ അത് നോക്കിയിട്ട് വേണം ഈ ഒരു സെക്ഷനിലേക്ക് വരാൻ. ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ടു സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് വേണം ഈ സെക്ഷനിലേക്ക് വരാൻ. നമുക്കിതിൻ്റെ തിയറി പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ എൻറ്റേഴ്സ് ദ ഐ ഓഫ് ദ ഇമ്പല്ലർ വിത്ത് എ വെലോസിറ്റി C1 ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ P1. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ഈസ് എൻറ്ററിങ് ദ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനാണ് എടുക്കുന്നത്, ഈ ഒരു ഗ്രാഫിനകത്ത് ഈ ഒരു സെക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലുള്ള രീതിയിൽ എടുക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷറും അപ്പോൾ അതിന് അറ്റ്മോസ്ഫിയറിലുള്ള എയറിൻ്റെ വെലോസിറ്റി എന്നുള്ള രീതിയിൽ എടുക്കുക ഈ ഒരു സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂസറിൻ്റെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷറും വെലോസിറ്റിയാണ് ഈ സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡ് കാണിച്ചിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും അറ്റ്മോസ്ഫിയറിക് വെലോസിറ്റിയും ഉള്ള എയർ. അപ്പോൾ ഇതിനകത്ത് കയറിയതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലേക്ക് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള പ്ലോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എയർ എൻറ്റേഴ്സ് ദ ഐ ഓഫ് ദ ഇമ്പല്ലർ വിത്ത് എ വെലോസിറ്റി C1. അപ്പോൾ എയർ ഈസ് എൻറ്ററിങ് ദ ഇമ്പല്ലർ വിത്ത് എ വെലോസിറ്റി C1. C എന്നാണ് നമ്മൾ എടുക്കുന്നത്. V എന്ന് എടുക്കാം. നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് C എന്നാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് എല്ലാം C വെച്ചിട്ടാണ് പറയുന്നത്. വെലോസിറ്റിക്ക് C എന്നുള്ള രീതിയിൽ എടുക്കാം. വെലോസിറ്റി ഓഫ് എയറിന് C. അപ്പോൾ C1 ആണ് എൻട്രി വെലോസിറ്റി. ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എയർ, പുറത്തുള്ള എയറിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലായിരിക്കുമല്ലോ എയർ. അപ്പോൾ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് P1 ഉം വെലോസിറ്റി C1 ഉം. The air enters axially through the eye of the impeller and moves radially through the impeller outlet. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എയർ എൻട്രി ചെയ്യുന്നത് സെൻറ്ററിൽ കൂടെ എൻട്രി ചെയ്തിട്ട് ഇമ്പല്ലറിനെ എന്ത് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് അത് റേഡിയലി മൂവ് ചെയ്യുന്നു. ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ് എനർജി ഫ്രം ദ ഇമ്പല്ലർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ എയർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, വീണ്ടും പറയുകയാണ്. അത് എന്ത് ചെയ്യുന്നു? ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി എയറിന് കിട്ടുന്നു. അപ്പോൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിന് ഹൈ പ്രഷറും ഹൈ വെലോസിറ്റിയും അറ്റൈൻ ചെയ്യുന്നു. ദിസ് എനർജി ട്രാൻസ്ഫർ ഇൻക്രീസസ് ദ വെലോസിറ്റി ആൻഡ് പ്രഷർ ഓഫ് ദ എയർ. അല്ലേ? അതായത് നമ്മളിപ്പോൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എയറിന് ഹൈ പ്രഷറും ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമെന്ന് പറയുന്നു. അതായത് അത് എന്തുകൊണ്ടാണ്? അത് ഇമ്പല്ലറിൻ്റെ പവർ കൊണ്ടാണ്. അത്രയും പവർ നമ്മൾ ഇമ്പല്ലറിൽ കൊടുക്കുന്നുണ്ട്. മോട്ടർ വെച്ച് റൺ ചെയ്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് പവർ ഉണ്ടല്ലോ, ആ എനർജി ഏതിലേക്ക് പോകുന്ന? എയറിന് കിട്ടുന്നു. ആ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം എയറിൻ്റെ വെലോസിറ്റിയും പ്രഷറും കൂടുന്നു. അപ്പോൾ അങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ ഇൻക്രീസസ് ദ വെലോസിറ്റി ആൻഡ് പ്രഷർ ഓഫ് ദി എയർ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി, അതായത് C1 P1 നിന്നും പ്രഷറും വെലോസിറ്റിയും കൂടി ഇമ്പല്ലർ കയറിയതിനു ശേഷം. അപ്പോൾ ഇമ്പല്ലറിന് പുറത്തേക്ക് വന്നതിന് ശേഷം ദസ് ദ എയർ ലീവിംഗ് ദ ഇമ്പല്ലർ ഹാസ് ഇൻക്രീസ് വെലോസിറ്റി ആൻഡ് പ്രഷർ. ഇമ്പല്ലറിന് പുറത്തേക്ക് വരുന്ന എയറിന് ഹൈ വെലോസിറ്റിയും പ്രഷറുണ്ട്. ദ വെലോസിറ്റി ആൻഡ് പ്രഷർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ഇമ്പല്ലർ ഈസ് ഡിനോട്ടഡ് ബൈ C2 ആൻഡ് P2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഹൈ പ്രഷറും ഹൈ വെലോസിറ്റിയാണ് എന്ത്? C2 P2. കമ്പയർഡ് ടു C1 P1, പ്രഷർ ആൻഡ് വെലോസിറ്റി ഈസ് higher, that is C2 P2 is higher than more than the C1 and P1. അതാണ് നമ്മളിവിടെ ഗ്രാഫിക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, C1 ഉം P1 ആണ് ആദ്യം ഇൻലെറ്റിലുള്ള പ്രഷർ. ഈ പ്രഷറും വെലോസിറ്റി ഡയഗ്രാം എന്ന് വിചാരിക്കാം. പ്രഷർ വെലോസിറ്റി ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഇൻലെറ്റിലുള്ള പ്രഷറും വെലോസിറ്റിയാണ്.
അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള വെലോസിറ്റിയും പ്രഷറുമാണ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലുള്ള വെലോസിറ്റിയും പ്രഷറുമാണ്. അപ്പോൾ അതിനകത്ത് ഇൻലെറ്റിലുള്ള പ്രഷർ P1ഉം ഇൻലെറ്റിലുള്ള വെലോസിറ്റി എന്തായിരുന്നു C1ഉം ആയിരുന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു, ഇമ്പല്ലർ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇമ്പല്ലർ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം അതിൻ്റെ എനർജി കൊണ്ട് വെലോസിറ്റി കൂടി എന്തായി C2 ആയി. വെലോസിറ്റി കൂടിയുണ്ടോ, വെലോസിറ്റി കൂടുന്നതുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. C1നെക്കാട്ടിലും വലിയ വാല്യൂ അല്ലേ C2, കണ്ടോ നോക്ക് ഇവിടെ C1 താഴെയല്ലേ കിടക്കുന്നത്, C2 എന്ത് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇമ്പല്ലർ കൂടെ പാസ് ചെയ്തപ്പോൾ വെലോസിറ്റി കൂടി C2 അച്ചീവ് ചെയ്തു, C2 എത്തി. ദെൻ പ്രഷർ എന്ന് പറയുമ്പോൾ എന്ത് പറ്റി, പ്രഷറിന് അതേനൊക്കെ എന്ത് ചെയ്തു, ഇമ്പല്ലർ കൂടെ പാസ് ചെയ്തോ പ്രഷർ P1-ൽ നിന്നും P2ലേക്ക് ഹയർ പ്രഷറിലേക്ക് എത്തി. ഓക്കെ, പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരുന്നു P1, അത് കൂടി P2ലേക്ക് എത്തി. എവിടെ, ഇമ്പല്ലറിൽ കൂടെ പാസ് ചെയ്തപ്പോൾ. അപ്പോൾ പ്രഷർ P1-ൽ നിന്നും P2 എത്തി, വെലോസിറ്റി C1-ൽ നിന്നും C2 എത്തി. അപ്പോൾ നമ്മളിവിടെ വരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കർവ് നോക്കിക്കോളൂ കണ്ടോ, ഇമ്പല്ലറിൽ കൂടെ പാസ് ചെയ്തപ്പോൾ ഈ കർവാണ് ഇങ്ങനെ, വെലോസിറ്റി കർവ് ഇങ്ങനെ വരും, പ്രഷർ കർവ് ഇമ്പല്ലറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ പ്രഷർ കർവ് ഇങ്ങനെ വരും. P1-ൽ നിന്ന് P2ലേക്ക് കൂടിയ വാല്യൂ, C1-ൽ നിന്ന് C2ലേക്ക് കൂടിയ വാല്യൂ. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ദ എയർ ലീവിങ് ദ ഇമ്പല്ലറിന് പുറത്തേക്ക് വരുന്നത് എവിടേക്കാണ് എൻ്റർ ചെയ്യുന്നത്, ഡിഫ്യൂസറിലേക്കാണ് കയറുന്നത്. ഇമ്പല്ലറിന് പുറത്തേക്ക് വരുന്ന എയർ, ഹൈ വെലോസിറ്റി ഹൈ പ്രഷർ എയർ ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഡിഫ്യൂസറിൽ എന്താ സംഭവം, ഡിഫ്യൂസർ ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ളതാണ് ഡിഫ്യൂസർ. അപ്പം അതായത് ഡൈവേർജിങ് പാസേജ് ഉണ്ട്. ഡിഫ്യൂസർ ഹാസ് എ ഡൈവേർജിങ് പാസേജ്, ദാറ്റ് ഈസ് ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഡൈവേർജിങ് പാസേജ് എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു. ആസ് പെർ കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1 B1, അതായത് ഏരിയയും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു. ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നത് കാരണം എന്താണ്, ഇൻ ദ ഡിഫ്യൂസർ ദ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി. അതായത് ഡിഫ്യൂസറിനകത്ത് വെലോസിറ്റി കുറയുന്നു, അതായത് വെലോസിറ്റി കുറയുന്നത് കാരണം, അതായത് വെലോസിറ്റി കുറയുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്നു. ആസ് പെർ ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിട്ട് P/ρg + V²/2g + Z. അതിനകത്ത് Pയും Vയും നമുക്ക് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് വെലോസിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കുറയും, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡിഫ്യൂസറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏരിയ കൂടുന്നത് കാരണം, ഡിഫ്യൂസർ തന്നെ ഏരിയ കൂടുന്ന, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതാണ് പാസേജ് ആണ് ഡിഫ്യൂസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഏരിയ കൂടുന്നത് കാരണം വെലോസിറ്റി കുറയുന്നു. ദെൻ ആസ് പെർ ബെർണോളിസ് ഇക്വേഷൻ പ്രഷർ കൂടുന്നു. ദാറ്റ് ഈസ് ഇൻ ദ ഡിഫ്യൂസർ കൈനറ്റിക് എനർജി, പുറത്തേക്ക് ഇമ്പല്ലറിന്റെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിന്റെ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ എനർജി. അപ്പോൾ ദിസ് ഇൻക്രീസ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ P3 ഇൻ ദ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിനകത്ത് P3 എന്നുള്ള രീതിയിലാണ് ഈ ഇൻക്രീസ്ഡ് പ്രഷർ കാണിച്ചിരിക്കുന്നത്. അതിനൊക്കെ തന്നെ വെലോസിറ്റി കുറയല്ലേ, ഡിഫ്യൂസറിനകത്ത് വെലോസിറ്റി കുറയുന്നു, പ്രഷർ കൂടുന്നു. അപ്പോൾ ആ ഡിക്രീസ്ഡ് വെലോസിറ്റി കാണിച്ചിരിക്കുന്നതാണ് C3. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് നോക്കുക കണ്ടോ. C2 ആയിരുന്നു നമ്മൾ ഇമ്പല്ലറിന് പുറത്തേക്ക് വന്നത്. ഇമ്പല്ലറിന് പുറത്തേക്ക് വന്നിട്ട് ഡിഫ്യൂസറിലേക്ക് കയറിയപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്തു, കുറഞ്ഞു. കാരണം ഈ ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള പാസേജ് ആണ് ഡിഫ്യൂസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് C2-ൽ നിന്നും വെലോസിറ്റി കുറഞ്ഞ് എന്തായി C3യിലേക്ക് എത്തി. ഇതാണ് ഡിഫ്യൂസറിൻ്റെ പുറത്തേക്ക് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്, ഇതാണ് C3 ആണ്. അപ്പോൾ അതെന്ത് ചെയ്തു, C2-ൽ നിന്നും ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഡിഫ്യൂസറിലൂടെ പാസ് ചെയ്തപ്പോൾ C3 ആയി, വെലോസിറ്റി കുറഞ്ഞു. ഇനി വാട്ട് ഹാപ്പൻ ടു ദ പ്രഷർ, പ്രഷർ P2-ൽ നിന്നും P3യിലേക്ക് കൂടി. കണ്ടോ ആ പ്ലോട്ട് കണ്ടോ, P2-ൽ നിന്നും P3യിലേക്ക് കൂടി. അതായത് ഡിഫ്യൂസറിൽ കൂടെ പാസ് ചെയ്തപ്പോൾ പ്രഷർ P2 ആയിരുന്നത് കൂടി P3. അപ്പോൾ നമുക്ക് ഔട്ട്ലെറ്റിൽ എന്തായി, ഇത്രയും പ്രഷർ, നമുക്ക് പ്രഷർ റൈസ് ഏതിൽ നിന്ന് കിട്ടി, ഇമ്പല്ലർ വഴിയും ഡിഫ്യൂസർ വഴിയും കൂടി കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഇത്രയും പ്രഷർ റൈസ് കിട്ടി. അതായത് P1 ആയിരുന്നു ഇൻലെറ്റ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വലൻ്റ് ആയി. ചിലപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവാം, വേറെ ഏതെങ്കിലും പ്രഷർ ആവാം. നമ്മൾ എവിടെയാണ് മെഷീൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. പുറത്തുള്ള പ്രഷർ, അതായത് കംപ്രസറിൻ്റെ അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പ്രഷർ, അപ്പോൾ അത് കംപ്രസറിൻ്റെ ഇൻലെറ്റിലുള്ള പ്രഷറാണ് P1. അവിടെ നിന്നും ഇത്രയും കംപ്രസറിൻ്റെ ഇൻലെറ്റ് പ്രഷറിൽ നിന്നും ഇത്രയും പ്രഷർ റൈസ് ഉണ്ടായി. P1-ൽ നിന്നും P3യിലേക്ക് ഇത്രയും പ്രഷർ റൈസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്ക് എന്താ സംഭവിച്ചത്, വെലോസിറ്റി C1 ആയിരുന്നു, C2 ആയി, വീണ്ടും C3 ആയി, കുറഞ്ഞു. C2 കൂടിയായിരുന്നു, ഇമ്പല്ലറിന് പുറത്തേക്ക് വന്നപ്പോൾ കൂടിയായിരുന്നു, ഇമ്പല്ലറിൽ നിന്ന് ഡിഫ്യൂസറിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ C3 ആയി, കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ പ്രാക്ടീസ് നിയർലി ഹാഫ് ഓഫ് ദ ടോട്ടൽ പ്രഷർ ഈസ് അച്ചീവ്ഡ് ഇൻ ദ ഇമ്പല്ലർ. അതായത് നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസർ കൊണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഉപയോഗിക്കുന്നതിനാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനകത്ത്
ടോട്ടൽ പ്രഷറിന്റെ പകുതിയോളം പ്രഷർ ഇൻക്രീസ് എവിടെയാണ് നടക്കുന്നത്? ഇമ്പല്ലറിൽ തന്നെ നടക്കുന്നു. P1 നിന്ന് നോക്കുകണ്ട, P2 ആയപ്പോൾ പകുതിയായി. പിന്നീട് ബാക്കി പകുതി എവിടെയാണ് നടക്കുന്നത്? ഡിഫ്യൂസറിനകത്താണ്. ബാക്കി പ്രഷറൈസ് നടക്കുന്നത് ഡിഫ്യൂസറിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസർ യൂസ് ചെയ്തിട്ട് 5 ഇരട്ടി പ്രഷറൈസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതായത് പ്രഷർ റേഷ്യോ ഓഫ് 5:1 ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് എ സിംഗിൾ സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഒരു സിംഗിൾ സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ യൂസ് ചെയ്തിട്ട് നമുക്ക് 5 ഇരട്ടി പ്രഷറൈസ് എത്തിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ പ്രഷറൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസേഴ്സ് യൂസ് ചെയ്യണം. For higher pressure ratios, a multi-stage centrifugal compressor can be used. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം വരച്ച് പഠിക്കണം. പ്രഷർ ആൻഡ് വെലോസിറ്റി ഡയഗ്രാം for what? For the centrifugal compressor while the air is passing through the impeller and diffuser. Okay. അപ്പോൾ അതിൻ്റെ തിയറി മനസ്സിലായെന്നായിരിക്കും. ഇത് കുറച്ചുകൂടി കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. C1 നിന്ന് C1 ആയിരുന്നു ഇൻലെറ്റ് വെലോസിറ്റി, P1 ആയിരുന്നു ഇൻലെറ്റ് പ്രഷർ. അവിടെ നിന്ന് ഇമ്പല്ലറിലൂടെ പാസ് ചെയ്തപ്പോൾ വെലോസിറ്റി കൂടി C2 എത്തി. പ്രഷർ എന്ത് ചെയ്തു? പ്രഷർ P1 നിന്ന് കൂടി P2 എത്തി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇമ്പല്ലർ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതാണ് ഡിഫ്യൂസറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയുന്നു. കാരണം എന്താണ്? ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു പാസേജ് ആണ് ഡിഫ്യൂസർ. അപ്പോൾ ഡിഫ്യൂസറിൽ കൂടെ കയറുമ്പോൾ ഏരിയ കൂടുന്നത് കാരണം വെലോസിറ്റി കുറയുന്നു. വെലോസിറ്റി കുറഞ്ഞ് C3 എത്തി. ഓക്കെ, വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ ഈ കുറഞ്ഞ വെലോസിറ്റി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്തു. P2 നിന്ന് P3 എത്തി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ വെലോസിറ്റിയും കൂടുന്നു, പ്രഷറും കൂടുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഇമ്പല്ലറാണ്. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പല്ലറിന്റെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, ഇമ്പല്ലർ പവർ ആർക്ക് കൊടുക്കുന്നു? എയറിന് കൊടുക്കുന്നു. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന പവർ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് എയറിന് കിട്ടുന്നു. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് ഇവിടെ വെലോസിറ്റിയും പ്രഷറും ഇവിടെ രണ്ടും കൂടിയത്. കാരണം ഇമ്പല്ലർ അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാണ്? ഇവിടെ ആരും വർക്ക് കൊടുക്കുന്നില്ല. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അതായത് ഈ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്ന ഡിഫ്യൂസറുകളെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ വേറെ നമ്മൾ ബ്ലേഡ് റൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നത് കാരണം വെലോസിറ്റി കുറയുന്നു. ആ വെലോസിറ്റിയും കൂടി ഏതായിട്ട്? പ്രഷർ എനർജി. വെലോസിറ്റി ഏതായിട്ട് മാറുന്നു? പ്രഷർ എനർജി ആയിട്ട് മാറുന്നു. അതായത് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പ്രഷർ റൈസ് ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രഷർ റൈസ്, ടോട്ടൽ പ്രഷർ റൈസ് P1 നിന്നും P3 50% നമുക്ക് ഇമ്പല്ലർ വഴി കിട്ടുന്നു, ബാക്കി 50% ഡിഫ്യൂസർ വഴി കിട്ടുന്നു. ദെൻ കമ്മിങ് ടു സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഹെഡ് വാല്യൂസ് ആൻഡ് ടോട്ടൽ ഹെഡ് വാല്യൂസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ക്രോസ് സെക്ഷൻ ഡിഫ്യൂസറിൻ്റെ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്നത് 1, 2 എന്ന് പറയുന്നത് കൺട്രോൾ വോളിയം. The velocities in a centrifugal compressor is very large when comparing with reciprocating compressor. കഴിഞ്ഞ മോഡലിൽ പഠിച്ച റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി വളരെ കൂടുതലാണ്. Thus, when considering the total head, it should consist of head due to velocity also. അപ്പോൾ നമുക്ക് വെലോസിറ്റി കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു നമ്മൾ അങ്ങനെ വെലോസിറ്റി അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മളിവിടെ പക്ഷേ നമുക്ക് എന്താണ്? വളരെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വെലോസിറ്റി ഈസ് വെരി ഹൈ. സോ വി ഹാവ് ടു കൺസിഡർ ദ വെലോസിറ്റി ഹെഡ് ഓൾസോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യണം. കൺസിഡറിങ് ഹൊറിസോണ്ടൽ പാസേജ് ഓഫ് ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് നമ്മുടെ ഡിഫ്യൂസർ പോലെ ഒരു ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടോ? ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു സൈഡ് വ്യൂ എടുത്തിരിക്കുകയാണ്. ഒരു പൈപ്പിൻ്റെ ഗ്രാജുവലി ഇൻക്രീസിംഗ് പൈപ്പിൻ്റെ സൈഡ് വ്യൂ പോലെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഡയമീറ്റർ ചെറുത്, ഇവിടെ ഡയമീറ്റർ വലുത്. 2 ഡയമീറ്റർ വലുത്, 1 ഡയമീറ്റർ ചെറുത്. ഗ്രാജുവലി ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പാസേജാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈയിങ് സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ ഓൺ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. നമ്മൾ ഒന്നാമത്തെ സെഷനിലും രണ്ടാമത്തെ സെഷനിലും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ SFEE അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ വർക്കും ചെയ്യുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. വേറെ ഡിഫ്യൂസർ കൂടെ പാസ് ചെയ്യുന്ന കാരണം വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല. അപ്പോൾ നമ്മൾ SFEE ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? H1 + C1² 2 + GZ1 + Q. SFEE ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെ വരുന്ന